ഇന്റർവ്യൂസ് കാണുമ്പോൾ പഴയ കുട്ടികൾ പറയുന്ന കമന്റ്സും ഒക്കെ അപ്പൊ നമുക്ക് തോന്നാറുള്ള ഒരു കാര്യമുണ്ട്. നമുക്ക് അവിടെ തോന്നുന്നത് നിങ്ങളത് പറയുന്നതിനേക്കാളും ഒരു പാരന്റിങ്ങിന്റെ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഒരച്ഛന്റെ മുമ്പിൽ ഇരുന്നാണ് ഇത് പറയുന്നതല്ലേ. അപ്പം അച്ഛൻ ചോദിക്കുന്നത് നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മീര ജാസ്മിന്റെ കാര്യം പറയുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് ധ്യാന്റെ ആ പ്രായത്തില് ആ സമയത്ത് ഇപ്പോഴത്തെ കുട്ടികൾ ചിലപ്പോൾ പറയുമായിരിക്കും, ആ സമയത്ത് അച്ഛന്റെ മുന്നിലിരുന്ന് അങ്ങനെ ഒരു സംഗതി പറയുക, അങ്ങനെ ചോദിക്കുന്ന അച്ഛന്മാരോ ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നിരിക്കും. അപ്പോൾ ഒരു പാരന്റിങ്ങിന്റെ ക്വാളിറ്റി നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പാരന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ധ്യാൻ പറയുന്നത് പോലെ എന്തും പറയാൻ നമ്മുടെ മക്കള് വേറൊരാളെ ചൂസ് ചെയ്യരുത്, നമ്മളായിരിക്കണം അവരുടെ ചോയ്സുകളൊക്കെ, അവരുടെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ എങ്ങനെയാ കുട്ടീനെ മോളെ എങ്ങനെയാണ് ഒരു ആസ് എ പാരന്റ് ട്രീറ്റ് ചെയ്യുന്നത്? അതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ അച്ഛൻ എനിക്ക് തന്ന ഒരു സ്വാതന്ത്ര്യം എന്നാണ് പലപ്പോഴും എന്തും പറയാം, എന്തും തുറന്നു പറയാം എന്നൊക്കെ ഒരു സ്വാതന്ത്ര്യം പുള്ളി തന്നു. ഒരു പോയിന്റ് എത്തിയപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ ദിവസം അങ്ങനെ ഇതേ സ്വാതന്ത്ര്യത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ പുറത്തായത്. അപ്പൊ ഈ സ്വാതന്ത്ര്യം ഇവിടെ ഇതിനൊക്കെ ഒരു അതിർവരമ്പുണ്ടല്ലോ, എന്തും പറയാം. പക്ഷെ ആ അതിർവരമ്പ് നമ്മൾ ക്രോസ് ചെയ്തപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ നേരത്തെ പറഞ്ഞ സ്പർദ്ധ ഉണ്ടായത്. അതിർവരമ്പ് മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും. അപ്പോ എന്റെ മകള് നമ്മൾ കാരണം ഇന്നത്തെ ജനറേഷനിലെ അല്ലെങ്കിൽ നമ്മുടെ താഴത്തെ എന്താ പറയണ്ടേ ഈ ജനറേഷനിൽ വന്ന ഒരാളാണ്. അപ്പൊ അവരുടെ ജീവിതം, അവരെ ചിന്തിക്കുന്ന രീതിയൊക്കെ കംപ്ലീറ്റ്ലി വേറെയാണ്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കുക, അത് പഠിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഞാൻ എൻ്റെ ഐഡിയോളജിയോ അല്ലെങ്കിൽ ഞാൻ വളർന്ന എൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയതൊന്നും ഞാൻ പകർന്നു കൊടുക്കാനൊന്നും ഞാൻ ചെയ്യാറില്ല. അവരെങ്ങനെയാണോ അവരെ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് സംസാരിക്കാനും അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മൾ ശ്രമിക്കും. ഒരു കൂട്ടുകാരനെ പോലെ സംസാരിക്കുക, ഇത്തരം കമ്മ്യൂണിക്കേഷനുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഈ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അവർ കാരണം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കാരണം ഇപ്പം മറ്റേ റീൽസും ഷോർട്സ് ഒക്കെയാണ് 5 വയസ്സിൽ 6 വയസ്സിലൊക്കെ അവർ കാണുന്നത്. അപ്പൊ അവർക്ക് കിട്ടുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധനം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് ഡോപ്പമിൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീൽ നമ്മൾ കാണുന്നു, നമ്മൾ ചിരിക്കുന്നു, നമ്മൾ ആ സാധനം കണ്ട ഒരു സെക്കൻഡ് കഴിഞ്ഞ് നമുക്ക് അടുത്തത് വേണം. അപ്പൊ നമ്മൾ അടുത്തിലോട്ട് പോകും. കാരണം അത്ര സമയം വേളു. അപ്പൊ കുട്ടികൾക്ക് എന്ത് പറ്റും? പേഷ്യൻസ് ഇല്ലാതെ ഒരു സാധനം കുത്തിയിരുന്ന് വായിക്കാൻ പറഞ്ഞാൽ അവർ വായിക്കില്ല. TV കാണാൻ പറയുമ്പോൾ അവർക്കൊരു സിനിമ മൊത്തം ഇരുന്ന് കാണാൻ എൻ്റെ മോൾക്ക് മടിയാണ്. പക്ഷെ ഷോർട്സ് കാണും, യൂട്യൂബിൽ ഇത് കാണും, ചെറിയ റീലുകൾ കാണും. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ ടോളറൻസ് കുറയും, ദേഷ്യം കൂടും. അപ്പൊ ഇതെല്ലാം കാലത്തിന്റെ ടെക്നോളജി മാറുമ്പോൾ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബേസിക്കലി നമ്മൾ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത് സ്ക്രീൻ ടൈം കുറക്കുക, ഇത്തരം കാര്യങ്ങൾ. നേരത്തെ ഫെമിന പറഞ്ഞ പോലെ എന്ന് വെച്ചിട്ട് കുറെ പുസ്തകം കൊടുത്തിട്ട് കുത്തിയിരുന്ന് വായിക്കുന്നു പറഞ്ഞാൽ ആ കുട്ടി അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്നെ ഉപേക്ഷിച്ച്. അപ്പൊ നമ്മൾ ചെറിയ രീതിയിൽ ഇതൊക്കെ തന്നെ അവരുടെ ലൈഫിലേക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് ഉൾപ്പെടുത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കുന്നത്. കുറച്ചു നേരം കുറച്ച് പുസ്തകം, കുറച്ചിത്, അല്ലെങ്കിൽ എല്ലാത്തിന്റെ എക്സ്ട്രീം ആയി പോകും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ ഭയങ്കര നേർഡി ആയിട്ടുള്ള ഗീക്കിഷ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ലോകത്ത് ജീവിക്കുന്ന ഫെമിനെ പോലുള്ള ആളായി പോകും. എൻ്റെ മകൾ ഞാൻ കുറെ പുസ്തകങ്ങൾ വായിച്ചു കൊടുത്തു കഴിഞ്ഞു. TV മാത്രം കണ്ടിരുന്നു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ TVയും കുത്തിയിരുന്ന് സീരിയലും കണ്ട് അവസാനം മറ്റേ അമ്മായിമ്മ പോര് കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനത്തെ അവസ്ഥയിലായി ഇപ്പോൾ TV മാത്രമാണ്. അപ്പൊ ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, എല്ലാത്തിന്റെ ഒരു ബാലൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇത് ഇവർക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം. ഇന്ന സമയത്ത് ഇത്, ഇന്ന് കുറച്ചു കാലം ഇതിനെ വിടുക, ആ ക്ലാസ്സിന് വിടുക, ഇതിന് വിടുക. അങ്ങനെ പരാജയപ്പെട്ട ഒരു മാതാപിതാക്കളുണ്ട് എൻ്റെ വീട്ടിൽ. എൻ്റെ അച്ഛനും എന്നെ ഇങ്ങനെ പലതും പറഞ്ഞു വിടുകയും ഈ ചിന്തയാണ് ബേസിക്കലി. അത് തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നത് ആക്ച്വലി. അപ്പൊ അവർ വളരുന്ന അവരുടെ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ അപ്പൊ ഇവരെയൊക്കെ ഇവരൊരിക്കലും നമ്മൾ പറയണ കേൾക്കണം.